ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കോഡോ മില്ലറ്റ് നൂഡിൽസ് ഉപ്പുമാവ്. നൂഡിൽസ് എന്നും പറയാം, ഉപ്പുമാവെന്നും പറയാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: സവോള, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, കറിവേപ്പില, കടുക്, ജീരകം, കടുക്, ഉഴുന്ന്, ചുമന്ന മുളക്. ഇതാണ് കോഡോ മില്ലറ്റ്. അതിന് ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ്സ് ഒഴിച്ച് വയ്ക്കും. ഒത്തിരി സമയം ഇടരുത്, അത് പിന്നെ കുഴഞ്ഞു പോവും. അപ്പോൾ നമുക്കെടുക്കാം. വെള്ളമൊഴിച്ച് അത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പോലും അത് ഇത്തിരി കുഴഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഇട്ടതും എടുക്കുക. കടുകിട്ടു, എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി കഴിയാറാകുമ്പോൾ നമുക്കതിൽ ഉഴുന്നും ചുമന്ന മുളകും ഇടാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇടാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ്, ബീൻസൊക്കെ ഇടാം. പക്ഷേ ഇവിടെ ആർക്കും അത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്ര സാധനങ്ങളെ ഇടുള്ളൂ. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഫ്രൈ ഒന്നും ആവണ്ട, ആ ഒരു വെള്ള കളർ മാറി ഒന്ന് വാടണം. അത് കഴിഞ്ഞാൽ നമുക്കതിൽ തേങ്ങ ഇടുമ്പോൾ നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ട ശേഷം ഒരു പിടി തേങ്ങ മതി. തേങ്ങ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പക്ഷെ തേങ്ങ ഇട്ടാലേ അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങ ഇട്ട ശേഷം ഒത്തിരി വറക്കണ്ട. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ മെയിൻ സാധനം ഇടാം. കോഡോ മില്ലറ്റാണ് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. അത് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഊറ്റി വെച്ചിരിക്കുകയാണ്. ഈ കോഡോ മില്ലറ്റ് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് വെള്ളത്തിൽ ഇട്ടതും കണ്ടോ, ഇതിന് ഓരോന്നായി ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഇളക്കണം. 2 കൈയും കൊണ്ട് പിടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനെ ഇളക്കി വെച്ചിട്ട് കാണാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ആൾറെഡി വെന്തത് കൊണ്ട് ഒത്തിരി തീയിൽ കിടക്കണ്ട. ഓക്കെ, നമ്മുടെ കോഡോ മില്ലറ്റ് നൂഡിൽസ് ഉപ്പുമാവ് റെഡിയായി. കണ്ടോ, ഒത്തിരി ഒന്നും ഒട്ടിയിട്ടൊന്നുമില്ല. നല്ല ഇതായി, നല്ല ഡ്രൈ ആയി. ഇനി ഇത് വേണമെങ്കിൽ ചട്ടണി എടുക്കാം, അല്ലാതെ മാത്രമായിട്ടും കഴിക്കാം. അപ്പോൾ നമ്മുടെ കോഡോ മില്ലറ്റ് റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല ഒരു പോഷകാഹാരമാണ്. മില്ലറ്റല്ലേ. ഓക്കെ, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, അത് കോഡോ ഇതിങ്ങനത്തെ പല വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഈ വെള്ളത്തിൽ നമ്മൾ ഇട്ട് എടുക്കുന്നത് പോലെ ഇരിക്കും. ഒത്തിരി ഇട്ടാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞാൽ അത് നന്നല്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറയൂ. താങ്ക് യു.